സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉപകോസലിന്റെ ജ്ഞാനസമ്പാദനം എന്ന ഉപനിഷത്ത് കഥയുടെ ഒന്നാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. ജാബാലിയുടെ പുത്രനായ സത്യകാമൻ ഗൗതമ മഹർഷിയുടെ ശിഷ്യനായി ആധ്യാത്മിക വിദ്യ അഭ്യസിച്ചു. ഗുരുവിന്റെ ഉപദേശങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ചു. നിത്യാനുഷ്ഠാനങ്ങളും അഗ്നിയുപാസനയും നടത്തി. ശിഷ്യന്മാരിൽ ഉത്തമനായ സത്യകാമൻ ബ്രഹ്മജ്ഞാനം നേടി. ആത്മാനുഭൂതി അനുഭവിച്ച് ആശ്രമത്തിൽ ആനന്ദത്തോടെ വസിച്ച അദ്ദേഹം ഗുരുവിനെ പോലെ തന്നെ പ്രസിദ്ധനായി. ക്രമേണ അദ്ദേഹം സത്യകാമ മഹർഷിയായി. ആശ്രമങ്ങളിൽ നിന്ന് ആശ്രമങ്ങളിലേക്ക് സത്യകാമന്റെ ചരിതവും പെരുമയും പരന്നു. സംശയ നിവാരണത്തിനായി പലരും സത്യകാമ മഹർഷിയെ ആശ്രയിച്ചു. എല്ലാവരുടെയും സംശയങ്ങളെ നിവാരണം ചെയ്യാനും ധാരാളം പേരെ ആധ്യാത്മികമായ ഉപദേശത്തിലൂടെ ധാർമ്മിക ജീവിതത്തിന്റെ അത്യുന്നതിയിലെത്തിക്കുവാനും സത്യകാമ മഹർഷിക്ക് സാധിച്ചു. അതോടെ നാനാദേശങ്ങളിലും അദ്ദേഹത്തിന്റെ നാമം പരന്നു. അദ്ദേഹത്തിന് നാടെങ്ങും ഭക്തന്മാരും ശിഷ്യന്മാരും ഉണ്ടായി. കാലം കുറെ കടന്നുപോയി. ഇപ്പോൾ സത്യകാമ മഹർഷിയുടെ ആശ്രമത്തിൽ ധാരാളം മുമുക്ഷുക്കൾ വന്നു പോകുക പതിവായി. ജിജ്ഞാസുക്കളായ അനേകം വിദ്യാർത്ഥികൾ ദിനംതോറും അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. മഹർഷിയുടെ ആശ്രമം ആധ്യാത്മിക സാധകന്മാരുടെ ആശാകേന്ദ്രമായി മാറി. വിദ്യാർത്ഥികൾ ബ്രഹ്മചാരികളായി വസിക്കുവാനും വേദപഠനം, സംസ്കൃത പഠനം, ഉപാസന തുടങ്ങിയവയ്ക്കായി എത്തിച്ചേരുക പതിവായി. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഉപകോസലൻ എന്നൊരു ബാലൻ ബ്രഹ്മവിദ്യ തേടി ആശ്രമത്തിലെത്തി. സത്യകാമ മഹർഷിയെ കണ്ട് മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. തുടർന്ന് ബ്രഹ്മചാരിയായി ആശ്രമത്തിൽ വസിക്കാൻ ആരംഭിച്ചു. ധാരാളം ബ്രഹ്മചാരിമാരെ കൊണ്ട് സജീവമാണ് സത്യകാമന്റെ ആശ്രമം. ഉപകോസലൻ നിത്യാനുഷ്ഠാനത്തിലൂടെയും ഗുരു ശുശ്രൂഷകളിലൂടെയും ബ്രഹ്മചാരിമാർക്കിടയിൽ ശ്രദ്ധേയനായി. അവൻ എല്ലാ കാര്യങ്ങളും വൃത്തിയായും ഭംഗിയായും ചിട്ടയോടെ കൃത്യമായി ചെയ്തു പോന്നു. ഗുരു യഥാകാലം അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു നൽകിയിരുന്നത്. എത്രയും വേഗം ഗുരുനാഥൻ തനിക്കും ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ഉപകോസലൻ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി. അവനോടൊപ്പം ആശ്രമത്തിൽ വന്നവരൊക്കെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കുറച്ചുപേർ സ്വന്തം ഗൃഹത്തിലേക്കും മറ്റു ചിലർ സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. ഗുരുനാഥൻ അവർക്കെല്ലാം വേണ്ട പോലെ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഉപകോസലനു മാത്രം സത്യകാമ ഋഷി ആത്മജ്ഞാനം പകർന്നു നൽകിയില്ല. അവന്റെ ഉപനയനം നടന്നിട്ട് കാലം ഇത്രയധികം കഴിഞ്ഞിട്ടും സമാവർത്തനം നടത്താൻ ഗുരുനാഥനായ സത്യകാമ ഋഷി അനുവദിച്ചില്ല. മാത്രമല്ല, ഗുരു അവനോട് അത്യധികം ദുഃഖിതനും നിരാശനുമാക്കത്തക്ക വിധമായിരുന്നു പെരുമാറിയിരുന്നത്. ഗുരു അവന്റെ നേരെ തികച്ചും ഉദാസീന ഭാവത്തിൽ പെരുമാറുക പതിവാക്കി. എങ്കിലും ഗുരുവിന്റെ അനുഗ്രഹത്തിനായി അവൻ ക്ഷമയോടെ കാത്തിരുന്നു. പ്രതീക്ഷ കൈവിടുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഗുരുകാരുണ്യം തനിക്കും ഉണ്ടാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അതിനായി അവൻ കാത്തിരുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.